ഷിരൂർ ദൗത്യത്തിലേക്കാണ്. അവിടെ ഇപ്പോൾ ഈശ്വർ മാൽപേ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഭാഗത്ത് തിരച്ചിൽ നടക്കുന്നു. ഡ്രഡ്ജിംഗ് ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തത്സമയം. അലക്സ്, ദൗത്യം തുടങ്ങിക്കഴിഞ്ഞാലോ? വിവരങ്ങൾ എന്തൊക്കെ അലക്സ്? ഉന്മേഷ 8:50 ആകുന്നു. 8:50 ആകുമ്പോഴാണ് ഈ ഡ്രഡ്ജിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. 8 മണിക്ക് ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ ഏതാണ്ട് 1 മണിക്കൂർ വൈകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൊട്ടടുത്ത് തന്നെ ഈശ്വർ മാൽപേ ഈ ഗംഗാവലി പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അദ്ദേഹം രാവിലെ 6 മണിക്ക് അദ്ദേഹം ആ സ്യൂട്ട് ധരിച്ച് ഈ പുഴയിൽ ഇറങ്ങാനായി ഇവിടെ എത്തിയതാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അനുമതി നൽകിയില്ല. പോലീസ് പുഴയിൽ ഇറങ്ങുന്നതിന് അദ്ദേഹത്തിന് അനുമതി നൽകിയില്ല എന്നാണ് അദ്ദേഹം പരാതിയായി പറഞ്ഞത്, വൈകാരികമായി പറഞ്ഞത്. അദ്ദേഹത്തിന് ശുഭപ്രതീക്ഷയുണ്ട്. അർജുനെ സംബന്ധിച്ചുള്ള സൂചന ഈ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയിൽ ലഭിക്കും എന്ന ശുഭപ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. ഒപ്പം 2 പേർ, ലോകേഷും ജഗന്നാഥിനെയും കൂടി കണ്ടെത്താനുണ്ട്. അവരെ സംബന്ധിച്ചുള്ള സൂചനയും ലഭിക്കുമെന്ന പ്രതീക്ഷ ഈശ്വർ മാൽപേ പങ്കുവെക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ CP4 കോൺടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്ന ആ മാർക്ക് ചെയ്ത പ്രദേശത്തിന്റെ ഏതാണ്ട് 30 മീറ്റർ ചുറ്റളവിലെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുമ്പോൾ ഉന്മേഷം ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് നേരത്തെ ആ കടയുണ്ടായിരുന്നു, ലക്ഷ്മണിന്റെ ചായക്കട എവിടെ ഉണ്ടായിരുന്നു, അതിനു നേരെ താഴെയാണ് ആ പ്രധാന പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ്.